ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആദംസ് കഫേ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതേസമയം ഉണ്ടാക്കാൻ വളരെ എളുപ്പമുള്ള ഒരു തോരനാണ് പടവലങ്ങ പരിപ്പ് തോരൻ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. എങ്ങനെയാണ് വളരെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പടവലങ്ങ പരിപ്പ് തോരൻ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു തോരലിനോട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് തൂരപ്പരിപ്പാണ്. ഞാനിവിടെ 1/3 കപ്പ് അളവിനാണ് തൂരപ്പരിപ്പ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് പരിപ്പ് നന്നായി കഴുകിയെടുത്ത ശേഷം ഇത് ഒരു 3 hours സോക്ക് ചെയ്ത് വെക്കാം. അതിനുശേഷം നമുക്കിത് വേവിച്ചെടുക്കണം. ചെറിയൊരു പടവലങ്ങയാണ് ഈ ഒരു തോരനകത്തേക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഒരു 250-300 ഗ്രാം ഉണ്ടാകും. ഇനി നമുക്ക് ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ട് അതിൻ്റെ അകത്തെ കുരുവൊക്കെ കളഞ്ഞ ശേഷം ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുക്കാം. സോക്ക് ചെയ്ത് വെച്ചിരുന്ന തൂരപ്പരിപ്പ് 3 മണിക്കൂറിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കാം. അതിനകത്തേക്ക് 1/4 കപ്പ് വെള്ളവും ചേർത്ത് 1/2 ടീസ്പൂൺ അളവിന് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. സോക്ക് ചെയ്ത് വെച്ച പരിപ്പായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടിക്കോളും. പരിപ്പ് വേവിക്കുമ്പോൾ അധികം വെന്ത് ഉടഞ്ഞു പോകാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ കുക്കറിൽ വേവിക്കാതെ ചട്ടിയിൽ വേവിക്കുന്നത്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് പരിപ്പ് വേവിച്ച് എടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. പടവലങ്ങ ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിലാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് 1-2 എണ്ണം ചേർത്ത് കൊടുക്കാം. അതൊന്ന് സ്ലിറ്റ് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. ഇനി അതിനകത്തേക്ക് 1/2 ടീസ്പൂൺ അളവിന് മഞ്ഞൾപ്പൊടിയും പിന്നീട് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പ് മുതൽ 1/4 കപ്പ് അളവിന് വെള്ളം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കണം. 10-15 മിനിറ്റിനുള്ളിൽ തന്നെ പടവലങ്ങ നല്ല വേവായി കിട്ടിക്കോളും. ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ഇതുവരെ ഒട്ടും തന്നെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഇനിയെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം ഫ്ലെയിമിൽ നിന്ന് എടുത്ത് മാറ്റാം. വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പിനകത്തേക്ക് പടവലങ്ങ വേവിച്ചതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സിയുടെ ജാറിനകത്തേക്ക് 1/4 കപ്പ് അളവിന് ചിരകിയ തേങ്ങയും കൂടെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2-3 അല്ലി ചെറിയ ഉള്ളി, എരിവിനാവശ്യമായിട്ട് 1-2 പച്ചമുളക് ഇത്രയും ചേർത്ത് കൊടുത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് കൊണ്ടുവരാം. ഇത് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് പടവലങ്ങ മിക്സിലോട്ട് ചേർത്ത് കൊടുക്കാം. മിക്സി ജാറിൽ ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്ത് അതൊന്ന് ചുറ്റിച്ചെടുത്തിട്ട് അതും കൂടി ഈ ഒരു പരിപ്പ് പടവലങ്ങ മിക്സിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി മൂടി വെച്ച് ഈ ഒരു തേങ്ങയും കൂടി ഒന്ന് ആവി കയറ്റിയെടുക്കാം. ഒരു 4-5 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് ആവിയൊക്കെ കയറി തേങ്ങയുടെ റോ ടേസ്റ്റൊക്കെ മാറിയിട്ടുണ്ട്. അതുപോലെ ചേർത്ത് കൊടുത്ത വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഒന്ന് തുറന്ന് വെച്ചതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ബാക്കി എന്തെങ്കിലും വെള്ളം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറിക്കിട്ടി കുറച്ചുകൂടി ഒന്ന് ഡ്രൈ ആയി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. വെള്ളമൊക്കെ വറ്റി പാകത്തിന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിന് ശേഷം ഞാൻ കടുക് താളിച്ച് ചേർക്കുന്നുണ്ട്. അപ്പം എണ്ണയൊക്കെ ഒഴിവാക്കണം എന്നുള്ളവർക്കാണെങ്കിൽ ഇത്രയും ചെയ്താൽ മതിയാകും. ഈ ഒരു രീതിയിലാണെങ്കിലും ചോറിൻ്റെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കടുക് താളിക്കാൻ വേണ്ടിയിട്ട് സ്റ്റൗവിലൊരു ചെറിയ കടായി വെച്ചിട്ട് ചൂടാകുമ്പോഴത്തേക്കും അതിനകത്തേക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ചൂടായ എണ്ണയിലോട്ട് 1/2 ടീസ്പൂൺ അളവിന് കടുക് ചേർത്ത് കൊടുത്ത് കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും 2 വറ്റൽമുളക്, 3-4 അല്ലി ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. തയ്യാറാക്കി വെച്ചിരിക്കുന്ന പരിപ്പ് പടവലങ്ങ മിക്സിലോട്ട് കടുക് താളിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിത് സെർവ് ചെയ്യാം. ഉണ്ടാക്കാൻ വളരെ എളുപ്പമുള്ള അതേസമയം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് പടവലങ്ങ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു തോരൻ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. താങ്ക് യു.